സ്വാഭാവികമായിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ CPI-യുടെ നേതാക്കന്മാർ പ്രഷർ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഈ BJP-യിലേക്ക് വരുന്ന സമയത്ത്? അങ്ങനെ വരുന്ന സമയത്തൊന്നുമില്ല. വരുന്നതിൽ വരാനൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഞാനിവിടെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് നിയമപരമായിട്ട് എന്നാലും പറയാതെ പോകാനും പറ്റില്ല. ഇവിടെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു KC വിജയകുമാർ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. നമുക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. സഖാവ് ഒരു 10 കൊല്ലം 15 കൊല്ലം ഞാനൊക്കെ പാർട്ടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആയിരുന്നു അതിൽ ചുമതല ഉണ്ടായിരുന്നു. ലോക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നെയൊക്കെ കൊണ്ടുവരുമ്പോൾ. അയാൾ 10 കൊല്ലത്തോളം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഇവിടെ. അദ്ദേഹം ഒരു മരണമുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ ദുരൂഹത നാട്ടിൽ ജനങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാടത്താണ് മരിച്ച് ഇങ്ങനെ ഒരു സൂസൈഡ് എന്ന നിലയിലാണ് കിടക്കുന്നത്. ഇപ്പോഴും പോലീസിന്റെ നിയമത്തിലെ സൂസൈഡാണ്. പക്ഷെ ആ കുടുംബത്തിനും നാട്ടുകാർക്കും അതിൽ മരണത്തിൽ വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ പോവായിരുന്നു. അത് പാർട്ടി മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി കൊടുത്തിരുന്നു. പാർട്ടി അറിഞ്ഞിട്ട് തന്നെ കൊടുത്തത്. പക്ഷെ എന്താണെന്നറിയില്ല, ആ പാർട്ടി അത് അന്വേഷിക്കുകയോ 1 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ അന്വേഷിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. DYSP ഓഫീസ് വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും അത് ആത്മഹത്യ പറഞ്ഞു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇത് അതിനുശേഷം വീണ്ടും നമ്മൾ നവകേരള സദസ്സിൽ കൊടുത്തൊരു പരാതി ആ കുടുംബം തന്നെ മുഖ്യമന്ത്രിക്കും DGP-ക്കും അവര് ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. പാർട്ടിയെ ഒന്ന് സഹായം ചെയ്ത് കൊടുത്തിരുന്നു. ആ വക്കീൽ ആ കുടുംബമാണ്, അതിലുള്ള മകനാണ് കൊടുക്കുന്നത്. എന്നിട്ടും അത് വീണ്ടും പോലീസ് അവരെ വിളിച്ചിട്ട് അത് ആത്മഹത്യ തന്നെ പറയുന്നത്. പക്ഷെ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയുള്ള കാരണം എന്താ അത് പോലീസ് പറയണം. അദ്ദേഹത്തിന് ഒരു കടബാധ്യതയില്ല. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനില്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, കൃഷിയുണ്ട്, പാടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വിവരാവകാശം വെക്കുന്ന ഒരു പൊതുപ്രവർത്തനമായിരുന്നു. ഈ പൊതുവെ അനധികൃതമായിട്ട് അവിടെ പാടം തോർത്ത് ഒരു ബിൽഡിംഗ് കിട്ടുന്നതിനും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പരാതി കൊടുക്കുമായിരുന്നു. അത് അദ്ദേഹം ഒരു ശല്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ LDF-ന്റെ പരിപാടിക്ക് ഇവിടുത്തെ CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറി ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൻഡോ എന്ന് പറയുന്ന ആളോട് ഇദ്ദേഹം അധികം ദേഷ്യം വന്ന് ചെക്കന്മാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ KC വിജയകുമാറിന്റെ അനുഭവം ഉണ്ടാവുന്ന പറഞ്ഞു. ആർക്ക്? താങ്കൾക്ക്? എനിക്കും എന്റെ കൂടെ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി MN ഭാസ്കരനും. ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? പറയാനുള്ള സാഹചര്യം ഞങ്ങൾ MN ഭാസ്കരൻ ഞങ്ങളൊക്കെ ഈ അഴിമതി വിരുദ്ധ കാര്യങ്ങളായിട്ട്, അതായത് നമ്മൾ നല്ല കാര്യങ്ങൾക്കെല്ലാം സഹായിക്കും, കൂട്ടുനിൽക്കില്ല അഴിമതിക്ക്. അതായത് ഇവിടെ ഒരു പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് കേസ് കൊടുക്കുകയുണ്ടായി. അതായത് പരിപാടി കഴിഞ്ഞിട്ട് പദ്ധതി കഴിഞ്ഞ ഭരണസമിതിയിൽ ചെയ്തു കൊടുത്തതിന്റെ ബില്ല് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ അത് പുതിയ സ്പിൽ ഓവർ വർക്കായി കാണിച്ചുകൊണ്ട് 8-10 ലക്ഷത്തോളം രൂപ 2-3 വർക്കിൽ എഴുതിയെടുക്കുന്നു എന്നുള്ളത് പഞ്ചായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരും, എനിക്ക് പഞ്ചായത്തിൽ മെമ്പർമാരില്ല, പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരും അങ്ങനെ നമ്മുടെ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് MN ഭാസ്കരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ മത്സരിച്ച ആളാണ്. ഈ ലാസ്റ്റ് 11 വാർഡിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. അദ്ദേഹം പരാതി കൊടുക്കുകയും വിജിലൻസ് കേസെടുക്കുകയും വിജിലൻസും പോലീസും വന്ന് എല്ലാ സ്ഥലങ്ങളും നോക്കി അന്വേഷിച്ച് അത് വലിയ നാണക്കേടായി ആ കൊടുക്കാൻ വെച്ച 10 ലക്ഷം രൂപ മരവിപ്പിച്ചു. പിറ്റത്തെ സ്പില്ലോർ വർക്കിൽ അതിൽ ഒരു 30,000-50,000 ഏകദേശം ഒരു 1.5 ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് പോലീസ് ഞങ്ങളുടെ വിജിലൻസ് പറഞ്ഞത് അത് പൈസ കൊടുക്കാത്ത കാരണം കൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല, ഗവൺമെന്റ് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. ഞങ്ങൾ പരാതി കൊടുത്ത് നഷ്ടപ്പെടാതിരുന്നു. പക്ഷെ പിറ്റത്തെ സ്പില്ലോവറായിട്ട് അത് 10 ലക്ഷം എന്നുള്ളത് 1.35-1.37 കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് ഓർമ്മ ശരിയാണെന്ന് തോന്നുന്നില്ല. അത് ആണെങ്കിൽ ഒരു 1.37 ഉണ്ട്. അതിന്റെ രേഖകളെല്ലാം അവിടെയുണ്ട്. ഇതെല്ലാം വക്കീലിന്റെ ഓഫീസിൽ ഇപ്പോഴും ഫയൽ പെൻഡിങ്ങിലാ. 1 രൂപ പോലും കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞു, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇതാണ് ഇങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള രാഷ്ട്രീയ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നടത്തുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPI-ക്ക് ആയാലും CPM-നായാലും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ KC വിജയകുമാറിന്റെ അനുഭവം ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നു. ഈ വളവ് ഭാഗത്തൊരു പാടം തൂർത്തിട്ട് വലിയൊരു ബഫല്ലോ മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഇറച്ചിക്കടയുണ്ട്, ഒരു ഇറച്ചി വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈ ഭാസ്കരൻ MN ഭാസ്കരൻ എന്ന് പറഞ്ഞ ആള് പരാതി കൊടുത്തിരുന്നു. അതിലെ രേഖകൾ മുഴുവൻ ഇതിന്റെ മുന്നേ തന്നെ തഹസിൽദാർ അത് പൂർവ്വസ്ഥിതിയിലാക്കണം പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്ത എല്ലാ രേഖകളും ഉണ്ട് വക്കീലിന്റെ അടുത്തുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഈ CPM-ന്റെ കുടുംബക്കാരും ലോക്കൽ സെക്രട്ടറിയുടെ അനുയായികളും ബന്ധുക്കാരും അനിയന്മാരൊക്കെയാണ്. അതിനാണ് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നത്. അപ്പോഴാണ് ഈ ഭീഷണി വരുന്നത്. ചെക്കന്മാർക്ക് ദേഷ്യം വന്നാൽ ബഫല്ലോ മാർട്ടിനൊക്കെ പരാതി കൊടുക്കുമ്പോൾ ചെക്കന്മാർക്ക് ദേഷ്യം വന്നാൽ KC വിജയകുമാറിന്റെ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഈ LDF-ൽ ഈ കഴിഞ്ഞ മാസം ചർച്ച ചെയ്തു. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞു?
എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഈ പറയുന്ന വ്യക്തികൾ LDF കൺവീനർ ചോദിച്ചു, ഈ പറയുന്ന വ്യക്തി MH അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിച്ചു, നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ കൂടെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളപ്പോൾ പിരിച്ചുവിട്ട് പുറത്താക്കി. മത്സരിച്ചു, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി, 43 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പൊ ഞങ്ങൾ കൂട്ടായിട്ടുള്ള തീരുമാനം, അത് ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുന്ന സ്ഥലത്ത്, ഇല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഒരു സ്നേഹം പോലും ഇല്ലാത്ത ഒരു ആളുകളുടെ കൂടെ നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അതാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നല്ലൊരു പാർട്ടിയായിട്ട് തിരഞ്ഞെടുക്കാനും BJPയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കാനുണ്ടായ കാര്യം. ഞാൻ ഇനി ഇതിന്റെ ഭാഗങ്ങളിലേക്ക് വ്യക്തിപരമായിട്ട് മറ്റുള്ള പാർട്ടിയെ ആക്രമിക്കാനോ മറ്റുള്ള കാര്യങ്ങളെ വെല്ലുവിളിക്കാനോ ഞാൻ പോകുന്നില്ല. എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ്. BJPയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? BJPയുടെ തൃശ്ശൂർ ജില്ലാ ഘടകം, അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാർ, പിന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യമേ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ MT രമേശാണ് പങ്കെടുത്തത് അല്ലേ? അപ്പോൾ അവരൊക്കെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? അല്ല, എനിക്കിപ്പോ അറിയാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു പിന്തുണ, ആത്മവിശ്വാസമുണ്ട്, പിന്തുണ ഉണ്ട്. അപ്പോൾ എന്നോട് ആദ്യം ബന്ധപ്പെട്ടത് മുള്ളൂർക്കയിലെ BJPക്കാരനായിട്ടുള്ള ഒരു പഴയ ആള്, ജില്ലാ കമ്മിറ്റി അംഗ മോഹനൻ എന്ന് പറയും, മോഹൻ പാമ്പങ്കാവിൽ, ഈ വളവ് ഭാഗത്തുള്ള ആള്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ സമീപിച്ചത്. അതിനുശേഷം അതിന്റെ മേൽഘടകം രാജ്കുമാർ, ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ രാജേഷ് ഏട്ടൻ എന്ന് പറയും, ഇവിടെ മണ്ഡലത്തെ ചുമതലയുള്ള ആള്, അതുപോലെ പ്രസിഡന്റും നിരന്തരം നമ്മളെ 2-3 പ്രാവശ്യം ബന്ധപ്പെട്ട് കാര്യമായിട്ട് കാണുമ്പോൾ ഞങ്ങളപ്പോഴൊന്നും ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നുള്ളൂ. വേറെ പാർട്ടിയിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഒന്നും കൂടി ആലോചിച്ച് നമ്മുടെ കൂട്ടായിട്ടുള്ള ആളുകളുടെ തീരുമാനം BJPയിലേക്ക് പോകാന്നുള്ള തന്നെയായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഞങ്ങൾ ഒരു ഉപാധികളും വെക്കാണ്ടെയാണ് ഈ പാർട്ടിയിലേക്ക് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ കടന്നു വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടും BJPയുടെ ആത്മവിശ്വാസമുണ്ട്, കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോ നിങ്ങൾ BJPയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ നിയമസഭയിൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നൊരു സമയമാണ്, ചേലക്കര. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് ചേട്ടന്റെ പഞ്ചായത്തിൽ നിന്ന് മാത്രം? ഇത് മുള്ളൂർക്കര മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊരു അക്കൗണ്ട് തുറക്കാനുള്ളൊരു നിമിഷമാണ് ഈ ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മുള്ളൂർക്കര പഞ്ചായത്തിൽ തന്നെ ഏകദേശം കഴിഞ്ഞ ഇലക്ഷനിൽ ഈ നിൽക്കുന്ന വാർഡ് ഒരു 20 വോട്ടും കൂടി ഉണ്ടെങ്കിൽ അത് BJP ജയിച്ചേനെ. ഞങ്ങളൊക്കെ ഒരു പിടിപ്പ് നിൽക്കുന്നതുകൊണ്ടാണത് ഇവിടെ ഒരു LDF ജയിക്കാൻ കാരണം. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ 5 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. നിലവിലിപ്പോ 3 BJPയുടെ മെമ്പർമാരുണ്ട് ഇവിടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ. സ്വാഭാവികമായിട്ട് അടുത്തെല്ലാം ഇവിടെ BJP ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ, അതിലൊരു സംശയം വേണ്ട. പിന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് അതിനെ വലിയൊരു സ്വാധീനം ചെലുത്തും എന്നുള്ളത് എന്നെമാരി ഒരുപാട് പേര് ചേലക്കര മണ്ഡലത്തിൽ അസ്വസ്ഥരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പാർട്ടി വേറെ ഒരിടത്തും പറയുന്നില്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. MLA എന്നുള്ള നിലയിൽ ഇവിടുത്തെ നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണന്റെ പ്രവർത്തനം ഈ ചേലക്കരയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് അഭിപ്രായം? അദ്ദേഹം പൊതുവെ എല്ലാവരോടും നല്ല സമീപനാണ്. അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാൻ പറ്റുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം 10-25 വർഷം ഞങ്ങളുടെ ഒരു MLA ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരിക, പ്രത്യേകിച്ച് ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരു ആളാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ദേവസ്വം മന്ത്രി ഇപ്പോൾ പല ആരോപണങ്ങളും വന്നിരുന്നു, അതൊന്നും എനിക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആൾ നല്ല ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ MP ആയിട്ട് ഇവിടെ ജയിച്ചത്. ഒരു മണ്ഡലത്തിലും ജയിക്കാതെ ആലപ്പുഴ മാറിയിട്ട് ആലത്തൂരായി പോയല്ലോ. എന്തായാലും കുറഞ്ഞൊരു ഭൂരിപക്ഷത്തിലാണ് ആൾ ജയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 40,000 വോട്ടോളം ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് ജയിച്ചത് മന്ത്രിയാവുന്ന സമയത്ത്. ഈ ലോക്സഭ ഇലക്ഷനിൽ 4,500 വോട്ടേ ആകെ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ലീഡ് ഈ പറയുന്ന മുള്ളൂർക്കരയിൽ 260 വോട്ടിന് LDF തോറ്റിരിക്കുക, ഇവിടെ UDF-നാണ്. അത് വലിയ നമ്മള് വരാൻ പോകുന്ന ഇലക്ഷൻ നമുക്ക് കണ്ടറിയാം. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. BJPക്ക് വലിയ മുന്നേറ്റം ഉറപ്പായിട്ടും 100% ചേലക്കര ജയിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലരും അസ്വസ്ഥരാണ് പാർട്ടിയിലും അതുപോലെ തന്നെ പൊതുവെയുള്ള ആളുകളിൽ. ഇതിൽ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ആളുകളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മുള്ളൂർക്കര എന്ന് പറയുന്ന ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇവിടെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി അടക്കം BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുകയാണ്. വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ചേലക്കരയിൽ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.